ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഏകദേശം ഈ ഒരു ഫേസിൻ്റെ പകുതിയോളം പിന്നെ ആ ഒരു കൈയുടെ കുറച്ച് ഭാഗം കൂടെ വരയ്ക്കുന്നുള്ളൂ. അടുത്തൊരു പാർട്ട് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പാർട്ടിൽ തന്നെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു പാർട്ട് കൊണ്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പെൻസിൽ, ആർട്ട്ലൈൻ്റെ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പേപ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് ഐവറി പേപ്പറാണ്, A4 ആണ്. 250 GSM വരുന്ന പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരു 250 GSM വരുന്ന പേപ്പറിലാണ് വരയ്ക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത് 210 GSM വരുന്ന ഐവറി പേപ്പറിലായിരുന്നു. അപ്പം നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം ഒരു GSM ഉള്ള പേപ്പർ തന്നെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് GSM കൂടിയ പേപ്പറായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഡ്രോയിങ്ങിന്. ഒരുപാട് കട്ടി കുറഞ്ഞ പേപ്പറൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം നമുക്ക് ഷെയ്ഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നമുക്ക് കുറേ ലെയറൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മുടി വരയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് നല്ല കറുപ്പിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പെൻസിൽ കുറച്ചൊന്ന് അമർത്തി പിടിച്ചൊക്കെ വരയ്ക്കുമ്പോൾ കട്ടി കുറഞ്ഞ പേപ്പറൊക്കെ ആണെങ്കിൽ കയറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ വരയ്ക്കുന്ന ആ ഒരു പേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചാർട്ട് പേപ്പറിൽ ഡ്രോയിങ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഡ്രോയിങ് വർക്ക് കിട്ടുമ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറിൽ ഡ്രോയിങ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമുണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ഡ്രോയിങ് പേപ്പർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഡ്രോയിങ് ചെയ്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് എപ്പോഴും ഡ്രോയിങ് പേപ്പറോ അല്ലെങ്കിൽ ഡ്രോയിങ് ബുക്കോ ആയിരിക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരാൾ വരച്ച ആ ഡ്രോയിങ് ഒക്കെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രോയിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേപ്പറോടെ ഒന്ന് മാറ്റി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡ്രോയിങ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ചാർട്ട് പേപ്പറിലും ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് അവർ വരയ്ക്കുന്ന അപ്സരയുടെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. നോർമലായിട്ടുള്ള നമ്മുടെ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് പറഞ്ഞു, ഡ്രോയിങ് പെൻസിലൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ഈ പറഞ്ഞ അപ്സരയുടെ പെൻസിൽ ഉപയോഗിച്ച് ഞാൻ വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ പെൻസിലും പേപ്പറും ഒക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടാണ് കുറച്ചൊക്കെ എൻ്റെ ഡ്രോയിങ്ങിലൊരു ഇമ്പ്രൂവ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പേപ്പറിലും ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ നന്നായി നിങ്ങൾക്ക് ആ ഒരു പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൻസിൽ ആർട്ട്ലൈൻ്റെ പെൻസിൽ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഉപയോഗിച്ച് നോക്കിയില്ല എന്ന് പറഞ്ഞു. പിന്നെ പേപ്പറിൻ്റെ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് നല്ല പേപ്പറാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വരയ്ക്കുമായിരിക്കും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, പേപ്പർ വാങ്ങിയോ അല്ലെങ്കിൽ വരച്ച് നോക്കുന്നതായിരിക്കും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ്ങിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറ്റുമെങ്കിൽ അയച്ചു തരിക. എനിക്കും ഈ പറഞ്ഞ പോലെയായിരുന്നു ആദ്യമൊക്കെ നമ്മൾ അപ്സരയുടെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് നമ്മൾ ആർട്ട്ലൈൻ്റെ പെൻസിൽ വാങ്ങിയാൽ പോലും ആ ഒരു അപ്സരയുടെ പെൻസിൽ നിന്ന് എനിക്ക് ആർട്ട്ലൈൻ്റെ പെൻസിലേക്ക് മാറാൻ വേണ്ടി ഒരു മടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പെൻസിൽ നിന്ന് നമുക്ക് വേറെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പം അതിൻ്റേതായ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ആർട്ട്ലൈൻ്റെ പെൻസിൽ തീർന്നപ്പോൾ വീണ്ടും ഞാൻ ആർട്ട്ലൈൻ്റെ പെൻസിൽ തന്നെയാണ് വാങ്ങിയത്. എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ആ ഒരു പെൻസിൽ വിശ്വാസം വന്നു കഴിയുമ്പം നമ്മൾ പിന്നെ ആ പെൻസിൽ തന്നെയായിരിക്കും വാങ്ങി ഉപയോഗിക്കാനായിട്ട് പോവുക. പിന്നീട് എനിക്ക് അപ്സര പെൻസിൽ ഉപയോഗിച്ചപ്പം അല്ലെങ്കിൽ അപ്സര പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ ആർട്ട്ലൈനിൽ തന്നെ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രഷോടെ പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും വലിയ കുഴപ്പമില്ല. നമ്മൾ ഓരോ പെൻസിലും വാങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളത് ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓക്കെ ആയിട്ട് മുമ്പോട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഈ പറഞ്ഞ ഓരോ പെൻസിലും എനിക്ക് മാറ്റി വാങ്ങി നോക്കണമെന്നുണ്ട്. കാരണം നമ്മൾ വരച്ച് തുടങ്ങിയപ്പോൾ ഉള്ള മെറ്റീരിയൽസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്ത്, അതായത് പേപ്പർ, പെൻസിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഡ്രോയിങ്ങിലെ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മളൊന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ ഒന്ന് മാറേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു പെൻസിലിൽ തന്നെ പിടിച്ച് നിൽക്കാണ്ട് അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ തന്നെ പിടിച്ച് നിൽക്കാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഒരുപാട് ഡ്രോയിങ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ മതി. ഒരുപാട് ഡ്രോയിങ് മെറ്റീരിയൽസ് ഒന്നും വാങ്ങിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ഡ്രോയിങ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഓരോ പുതിയ ഡ്രോയിങ് മെറ്റീരിയൽസ് കാണുമ്പോൾ അത് വാങ്ങാനായിട്ട് തോന്നും. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. എനിക്കും അതെ, നമുക്കത് വാങ്ങി നോക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പം അതുപോലെ ഒരു സന്തോഷമാണ് നമ്മൾ ഒരു ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് പൊട്ടിച്ച് നോക്കാനും അത് ഉപയോഗിച്ച് വരയ്ക്കാനും ഒക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള എനിക്കും ഈ പറഞ്ഞ പോലെ പുതിയ ഡ്രോയിങ് മെറ്റീരിയൽസ് കിട്ടുമ്പം ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോയെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഷെയ്ഡിങ് വരുന്നത്, അതായത് നമുക്ക് കുറച്ചൊന്ന് കട്ടിക്ക് ഷെയ്ഡിങ് വരുന്ന ഭാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇടത് സൈഡ് കൊണ്ട്, അതായത് നമ്മൾ നെറ്റിയുടെ ഭാഗത്തും അതുപോലെ ആ മൂക്കിൻ്റെ ആ സൈഡ് കൊണ്ടും ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കൂടുതലായിട്ടും ഷെയ്ഡിങ് വരുന്നുണ്ട്. കൂടുതലായിട്ടല്ല,
കുറച്ച് നമ്മൾ കട്ടിക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ അതൊക്കെയാണ്. ബാക്കിയൊക്കെ നമുക്ക് ലൈറ്റ് കളർ ഷെയ്ഡ് മാത്രം മതി. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റിയുടെ ഭാഗത്ത് അതുപോലെ കവളിൻ്റെ ഭാഗത്തൊക്കെ ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അതുപോലെ കൈയുടെ ആ ഭാഗത്ത്, അതുപോലെ തോളിൽ ആ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ട് കാര്യമായിരുന്നു, നമുക്ക് ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഷെയ്ഡിങ് സ്മൂത്തായിട്ട് ചെയ്യാം, അതിൻ്റെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ഡിങ് പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൻസിലും പേപ്പറും എടുക്കുക. എന്നിട്ട് ആ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡും ഏറ്റവും ഡാർക്ക് ഷെയ്ഡും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 കോളംസ് വരച്ചിട്ട് ആദ്യത്തെ കോളത്തിൽ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ അടുത്ത കോളത്തിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്, അതിൻ്റെ അടുത്ത കോളത്തിൽ അതിലും ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെ ഓരോ കോളത്തിലും ഷെയ്ഡിങ് കൂട്ടി കൊണ്ടുവന്നിട്ട് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഓരോ പെൻസിൽ നിങ്ങൾ മാറി യൂസ് ചെയ്യുക. ഇപ്പം 4B പെൻസിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഡാർക്കും ലൈറ്റും, അതുപോലെ 2B പെൻസിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഡാർക്കും ലൈറ്റും, അങ്ങനെ ഓരോ പെൻസിൽ ഉപയോഗിച്ചിട്ടും അതിൻ്റെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഓരോ ഷേപ്പ് വേണേൽ വരച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ആ റൗണ്ട് ഷേപ്പിൽ ഷെയ്ഡ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ കോളംസ് വരച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചിട്ട് നിങ്ങൾക്ക് അത് ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ട് നോക്കുക. അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് ഫേസ് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അപ്പം ഡയറക്റ്റ് നിങ്ങൾ ആദ്യം ഫേസ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കുറച്ചൊന്നും പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഫേസ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പെൻസിൽ കൈ പിടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയ്ഡിങ്ങിൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഗുണം ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഒരു ഫേസ് വരച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഓരോ പെൻസിൽ മാറ്റി നോക്കുക. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.